വയനാട് പെരുന്തട്ടയിലെ പുലിഭീതി ഒഴിയുന്നില്ല. ഇന്നലെ വൈകിട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പാറയ്ക്ക് മുകളിൽ വിശ്രമിക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഷമീർ മച്ചിങ്ങൽ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടും. കൽപ്പറ്റ നഗരസഭയിലെ പെരുന്തട്ടയിൽ പുലിഭീതി ഒഴിയുന്നില്ല. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പാറപ്പുറത്ത് പുലിയെ ഇടയ്ക്കിടെ കാണുന്നുണ്ട്. അല്പസമയം മുമ്പ് വരെ വൈകിട്ട് ഏതാണ്ട് 4:30 മുതൽ ഈ സന്ധ്യ മയങ്ങുന്നതുവരെ പുലി പാറപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ആളുകൾ പുലിയെ കണ്ടിരുന്നു. തൊട്ടപ്പുറത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കൂടിനടുത്തേക്കൊന്നും പുലി വരുന്നതായി തോന്നുന്നില്ല. കാരണം അതിനടുത്ത് കൂട് സ്ഥാപിച്ചിട്ടും അതിനടുത്ത് കാൽപ്പാടുകളൊന്നും തന്നെ വനംവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ പ്രദേശത്തെ ആളുകൾ കൂടുതലും തോട്ടമേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ കാണുന്നുണ്ടല്ലോ. രാവിലെ ഒരു മണിക്കൂറോളം കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു 2 മണിക്കൂറോളം ഇപ്പോൾ പുറത്തായിരുന്നു. ഇപ്പോഴാ കാട്ടിലേക്ക് നീങ്ങിയത്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇത് വരുന്നുണ്ടോ? ഇല്ല, താഴോട്ട് ഇറങ്ങിയല്ലോ, അറിയാൻ പറ്റൂലല്ലോ എപ്പോഴാ ഇറങ്ങുക. എന്തിനെയൊക്കെ പിടിച്ചു? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 2 പശുവിനെ ഇപ്പോൾ അടുപ്പിച്ച് പിടിച്ചു. അതിന് മുന്നേ ഒരു പട്ടീനെ പിടിച്ചു. 3 ദിവസം അടുപ്പിച്ച് ഒരു പട്ടിനെ 2 പശുവിനും പിടിച്ചു. ഒന്ന് ഭാഗികമായിട്ട് മാന്തിയിട്ട് പോയി, ഒന്നിന് പകുതിയോളം കഴിച്ചിട്ട് പോയി. ഇപ്പോൾ രാത്രി ആയാൽ ഒരു പേടി, ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇത് ജനവാസ മേഖലയല്ലേ ഇത്. ഞങ്ങളിത് ഇപ്പോൾ ഇന്നും നിലം തുടങ്ങിയാലല്ലോ, 2 ആഴ്ചത്തോളമായിട്ട് അടുപ്പിച്ച് കാണുന്നതല്ലേ. 2-3 പേര് മുന്നിലേക്ക് ചാടിയതായിട്ടും കണ്ടിട്ടുണ്ട്. മുമ്പും പുലി ഉണ്ടാവാറുണ്ടല്ലേ? ഇവിടെ ഇതിന്റെ മുന്നിൽ 2-3 പിടിച്ചു പോയതാണ്. കരിപ്പുലി ഉൾപ്പെടെ പുലി പിടിച്ച വനംവകുപ്പ് പിടിച്ച് കൊണ്ടുപോയതാണ്. ഇത് വലിയ ദൂരമല്ല, കൽപ്പറ്റ നഗരസഭയിലെ തന്നെ ഒരു തേയില എസ്റ്റേറ്റ് ആണ്. ഈ തേയിലത്തോട്ടം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് തേയില തന്നെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഈ പാറക്കെട്ടുകളും. ഇത് നേരത്തെ വനംവകുപ്പിൻ്റെ സ്ഥലമായിരുന്നു. അത് കേസ് നടത്തി എസ്റ്റേറ്റ് ഉടമയ്ക്ക് വിട്ടുകൊടുത്തതാണ്. ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ തന്നെ സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇങ്ങനെ കാടും പാറയും ഒക്കെ ഉള്ളത്. അവിടെയാണ് ഈ പുലിയെ ഇങ്ങനെ സ്ഥിരമായി കാണുന്നത്. തൊട്ടടുത്ത് കൽപ്പറ്റ മേപ്പാടി അന്തർ സംസ്ഥാന റോഡ് വളരെ അടുത്താണ്. ഒരു 100 മീറ്റർ പോയാൽ മെയിൻ റോഡായി. അങ്ങനെ ഒരു സ്ഥലത്താണ് പുലിയെ രാവിലെയും വൈകിട്ടും ഒക്കെ ആളുകൾ നേരിട്ട് കാണുന്നത്. പ്രദേശത്ത് വനംവകുപ്പിൻ്റെ കാവലുണ്ട്. രാത്രിയും പകലുമൊക്കെ വനംവകുപ്പ് വാച്ചർമാർ പട്രോളിംഗ് നടത്തുന്നുണ്ട്. എന്തായാലും ആളുകൾ പക്ഷേ ഇപ്പോഴും ഭീതിയിലാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.